Am I audible? Audible and Can you audible. hear me? Yeah, Yes. sure. Yeah. Good evening, all of you. So, അപ്പോൾ എല്ലാവർക്കും പോളിഗ്രാഡിൻ്റെ ഒരു CU സ്റ്റോറി സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് we are so excited to have Ahmed Fazaria with us. So, Ahmed Fazaria is actually an amazingly talented person. He's currently doing masters in applied psychology from TIS, Tata Institute of Social Science. ഫസാരിയെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ്. മുമ്പ് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലായിരുന്നു അദ്ദേഹം ഗ്രാജുവേഷനൊക്കെ പഠിച്ചത്. ഫസാരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻട്രൻസ് എഴുതിയ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നല്ല റാങ്കോടുകൂടെ എൻട്രൻസ് കിട്ടിയ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻട്രൻസിൻ്റെ മെത്തേഡുകളും അതിനെ ക്രാക്ക് ചെയ്യേണ്ട രീതികളൊക്കെ നല്ല രൂപത്തിൽ അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇന്ന് നമ്മുടെ ടിസ് ഓറിയൻറ്റേഷൻ സെഷനിൽ നമ്മളോട് സംസാരിക്കാൻ വളരെയധികം ഡിസർവിങ് ആയ വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിയാണ് ഫസാരിയ. അപ്പോൾ ഫസാരിയക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനു മുമ്പേ നമ്മൾ പറയാനുള്ളത് ഈ പോളിഗ്രാഡ് ഇപ്പോൾ കപ്പിൾ ഓഫ് CU സ്റ്റോറീസ് നടത്തി കഴിഞ്ഞു. ഓൾറെഡി പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ CU സ്റ്റോറീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പാർട്ടിസിപ്പൻസ് നമ്മൾ ഇതിലേക്ക് വരുന്ന സ്പീക്കേഴ്സിനോട് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾ പരിഗണിക്കണം. അപ്പം നിങ്ങളുടെ ഡെസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു സെഷൻസ് നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെയധികം ക്രൂഷ്യൽ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഇൻഫോംഡ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ടിസ് എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, റൈറ്റ്? ഒരു കംപ്ലീറ്റ്ലി ഒരു ഗവൺമെൻറ് അല്ല. ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതേസമയം ടിസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഫിഷ്യൻസി സൈഡും ഉണ്ടാവും. അതേസമയം അതിന് ഒരു കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ആയ ഒരു കോർപ്പറേറ്റ് ആണ് അതിനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ എനിവേ ലെറ്റ്സ് ലിസൺ ടു ബ്രദർ ഫസാരിയ to the interesting points. ഫസാരിയ കേൾക്കാമോ? ഓവർ ടു യു. ഐ വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ഈ സെഷനിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ്, എസ്പെഷ്യലി ഫസാരിയെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിലേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസാരിയയിലേക്ക് പോവാം. ഓവർ ടു യു. പ്ലീസ്. Thank you so much. Hello everyone. Audible ആണെന്ന് വിചാരിക്കുന്നു. ഇടയിൽ എന്തെങ്കിലും വോയിസോ വീഡിയോയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ചാറ്റിലോ മറ്റോ. Thank you so much for this opportunity to interact with young aspirants looking for PG courses across different universities in India. ഞാൻ ജസ്റ്റ് എന്നെ പറ്റി ബ്രീഫ് ഇൻട്രോ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. ജസ്റ്റ് എൻ്റെ സബ്ജക്ട് ഏരിയ പറ്റി ജസ്റ്റ് ബ്രീഫ്ലി മെൻഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് സ്വദേശം. 2018-2021 ബാച്ചിൽ ജാമ്യയിൽ BA ഓണേഴ്സ് സൈക്കോളജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ജാമ്യയിൽ തന്നെ അപ്ലൈഡ് സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു ഒരു വർഷം. 2021-2023 ബാച്ചിൽ ഒരു ഇയർ ഞാൻ ജാമ്യയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ടെസ്റ്റിലേക്ക് വന്നത്. കുറച്ചൊരു അഡ്വഞ്ചറസ് ജേർണി ആയിരുന്നു മാസ്റ്റേഴ്സിലെ. അപ്പോൾ അങ്ങനെ 2022-24 ബാച്ചിൽ ടെസ്റ്റിലെ അപ്ലൈഡ് സൈക്കോളജി കൗൺസിലിംഗ് ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസിലെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ഫൈനൽ സെമസ്റ്ററിലാണ്. സോ എനിക്ക് ആദ്യം ഇവിടെയുള്ള ആസ്പിറൻസ് ഏകദേശം ഏതാണ് അവരൊരു ഏരിയ, സോഷ്യൽ വർക്ക് ആണോ സൈക്കോളജി ആണോ അല്ല വേറെ ഏരിയാസ് നോക്കുന്ന ആൾക്കാരാണോ, ടെസ്റ്റിൽ സ്പെസിഫിക്കലി എന്ത് കോഴ്സ് നോക്കുന്ന ആൾക്കാരാണെന്ന് അറിയാൻ പറ്റിയ നന്നായിരുന്നു. ജസ്റ്റ് ചാറ്റിലോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നു സംസാരിക്കുന്ന വിഷയത്തിലൊക്കെ. അപ്പോൾ പാർട്ടിസിപ്പൻസിന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഇവിടെ സോഷ്യൽ വർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എത്ര പേരും ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതിയോ? Okay, I'm assuming no one.
സൈക്കോളജി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ, സൈക്കോളജി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ടെസ്റ്റിൽ മറ്റേതെങ്കിലും കോഴ്സ് ടെസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ? രാഫി, ഇതില് സൈക്കോളജി ആസ്പിറൻസ്, സോഷ്യൽ വർക്ക് ആസ്പിറൻസ് ഉണ്ടോ? അല്ല ടീച്ചർ, ഫസാരിയ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നമ്മൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയണം. ഇത് ജനറൽ ആയിട്ട് വെച്ചൊരു സെഷനാണ്, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, സോ ദേ ഹാവ് ടു ഇൻഫോം ഇറ്റ് ഓൺ ദ ചാറ്റ് ബോക്സ്. Alright, so please use the chat box to let us know area of interest കാര്യങ്ങളൊക്കെ. Great. As you said that he's interested in MSW. അതുപോലെ political science. Okay. I'll just start with how my journey has been with this Charan sociology interesting. Okay. ഞാന് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ജാമ്യയിൽ നിന്നാണ്. ജാമ്യയിലെ കരിക്കുലം, റാങ്കിങ്, ഫാക്കൽറ്റീസ് കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ ഉഷാറാണ്, ആസ് യു ഓൾ നോ. പക്ഷെ അതിനുശേഷം തുടർന്ന് ജാമ്യയില് എന്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്താണ് ഐ വാസ് ലാക്കിംഗ് സംതിങ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ലാക്കിംഗ് സംതിങ് എന്ന് പറയുമ്പോൾ ജാമ്യ മാസ്റ്റേഴ്സ് ഉഷാറല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്ന എന്തോ ഒരു പാട്ട് മിസ്സിംഗ് ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്റെ ഓൾമോസ്റ്റ് മാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ്. ഇപ്പോ എനിക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു തിരിച്ചറിവുണ്ട്. എന്തായിരുന്നു ഞാൻ ആ സമയത്ത് മിസ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാല് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ, ഫീൽഡിലേക്കുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്താണെന്നുള്ളതാണ് ഞാൻ ആ ടൈമിൽ മിസ് ചെയ്തിരുന്ന ഒരു സാധനം. അപ്പോ അതാണ് രണ്ടാമതും 2021 ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തിരുന്നു, ടെസ്റ്റ് ഇന്റർവ്യൂസ് ക്വാളിഫൈ ചെയ്തിരുന്നു. പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയത് ഞാൻ ഒഴിവായി പോയാണ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്യാനുള്ള റീസൺ ആ ഒരു ഗ്യാപ്പ് എന്റെ അക്കഡമിക്സിലും എന്റെ പ്രൊഫഷണൽ വേയിലും ആ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവായിരുന്നു. അപ്പോ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടെസ്റ്റിന് 4 ക്യാമ്പസുകളുണ്ട്. ടെസ്റ്റ് മുംബൈ ആണ് മെയിൻ ക്യാമ്പസ്. അതുപോലെ ഗുവാഹട്ടി, തുൾജാപൂർ, ഹൈദരാബാദ് തുടങ്ങി 4 ക്യാമ്പസുകളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനുള്ളത്. ഈ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി വ്യത്യസ്ത സ്കൂളുകളുടെയും സെന്ററുകളുടെയും കീഴിലായിട്ട് വ്യത്യസ്ത ഡിസിപ്ലിനിലുള്ള കോഴ്സസ് ടെസ്റ്റിൽ അവൈലബിൾ ആണ്. ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ പൊതുവെ ആൾക്കാർ സോഷ്യൽ വർക്ക് മാത്രമാണ് പലപ്പോഴും എംഫസൈസ് ചെയ്യാറ്. പക്ഷെ സോഷ്യൽ വർക്കിന് പുറമെ എഡ്യൂക്കേഷൻ, പോളിസി ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, സൈക്കോളജി, ഹെൽത്ത് സിസ്റ്റം സ്റ്റഡീസ്, മീഡിയ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്, സ്വാഭാവികമായിട്ടും ജെൻഡർ സ്റ്റഡീസ് പോലെയുള്ള കോഴ്സുകൾ, ആൻഡ് ഫോർ സോഷ്യൽ വർക്ക്, ഇതുപോലെയുള്ള വ്യത്യസ്ത സ്കൂളുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ടെസ്റ്റിലുള്ളത്. അപ്പോ ടെസ്റ്റിനെ പറ്റി അധികം റാങ്കിങ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ടെസ്റ്റിന്റെ എന്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് എയിം ചെയ്യണം, എന്തുകൊണ്ട് സോഷ്യൽ വർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും മറ്റ് HRM പോലെയുള്ള മറ്റ് കോഴ്സ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ടെസ്റ്റ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യണം എന്നുള്ള ഒരു ബ്രീഫ് ഒരു ഗ്ലിംസ് ഞാൻ തരാം. അത് സോഫാർ എന്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ളതും പൊതുവെ ടെസ്റ്റിലുള്ള മറ്റു കോഴ്സുകളുടെ ഞാൻ ചെയ്യുന്ന സൈക്കോളജി അല്ലാതെ മറ്റു കോഴ്സുകളുടെ ഒരു സ്ട്രക്ചർ ഉള്ള അറിവും കൂടിയാണ് കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിനിടയിൽ if you have any questions, if you have any doubts, feel free to share them in the chat, or you can save that for later because I'm discuss ചെയ്യാവുന്നതാണ്. So this ക്യാമ്പസിൽ ടെസ്റ്റിലെ വ്യത്യസ്ത കോഴ്സുകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ടെസ്റ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് വ്യത്യസ്ത കോഴ്സുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കരിക്കുലം, 2 വർഷത്തെ കരിക്കുലം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മറ്റു സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച്, മറ്റു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപേക്ഷിച്ച് ടെസ്റ്റിലെ കരിക്കുലം വളരെ റിഗറസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കരിക്കുലമാണ്. ഓരോ വർഷം കൂടുമ്പോഴും അക്കാഡമിയിലെ ആ ഡിസിപ്ലിനിലെ ട്രെൻഡ്സിനനുസരിച്ചിട്ട് കോഴ്സിൽ പല മാറ്റങ്ങളും, കോഴ്സ് സ്ട്രക്ചറിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ടെസ്റ്റിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത.
പിന്നെ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ മറ്റ് യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റികളൊക്കെയും മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മാസ്റ്റേഴ്സ് ഡിസർട്ടേഷനൊക്കെ ചെയ്യുക അവസാനത്തെ ഒരു സെമിസ്റ്ററിലായിരിക്കും. ടുവേർഡ്സ് എൻഡ് ഏറ്റവും ഫൈനൽ സെമിസ്റ്ററിൽ ഒരു കമ്പോണന്റ് മാത്രമായിരിക്കും ഡിസർട്ടേഷൻ എന്നുള്ളത്, റിസർച്ച് എന്നുള്ളത്. അത് തന്നെ നമ്മൾ പലപ്പോഴും ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം 3-4 മാസം കൊണ്ട് റിസർച്ച് പ്രപ്പോസൽ മുതൽ അനാലിസിസ് വരെയുള്ള ഫുള്ള് തീസിസ് റൈറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു സിസ്റ്റമാണ് ഏകദേശം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും മാസ്റ്റേഴ്സ് കോഴ്സുകളിലുള്ളത്. പക്ഷെ നേരെ മറിച്ച് ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ടെസ്റ്റിൽ ഒരു ഡിസർട്ടേഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ സെമസ്റ്ററിലാണ്. ടെസ്റ്റിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഏത് ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് സ്റ്റുഡൻസ് ആലോചിച്ച് തുടങ്ങുന്ന അങ്ങനെ ഒരു അക്കാഡമിക് കരിക്കുലം, അങ്ങനെ ഒരു സിസ്റ്റമാണ് ടെസ്റ്റിലത്. അപ്പോ അത് മാത്രമല്ല അതേ വിഷയത്തിൽ ഇപ്പോൾ റിസർച്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ അക്കാഡമിക് ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുന്നതിൽ, റിസർച്ച് ടോപ്പിക്സ് ചൂസ് ചെയ്യുന്നതിൽ വളരെയധികം ഫ്രീഡം ടെസ്റ്റിലുണ്ട് എന്നാണ് സോ ഫാർ എന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. കുറച്ചുകൂടി ഫ്രീഡം ആവശ്യത്തിൽ നമുക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. റീസേർച്ച് എങ്ങനെയാ വർക്ക് മുന്നോട്ട് പോകാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ റീസേർച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അസ്യൂമിങ്. അപ്പോ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ സ്കൂളിലെയോ അല്ലെങ്കിൽ മറ്റ് സ്കൂൾസിലെ ഫാക്കൽറ്റി, മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും അവരുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്കതിനനുസരിച്ച് പ്രിഫറൻസസ് കൊടുത്തിട്ട് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ആളെ നമുക്ക് സൂപ്പർവൈസറായിട്ട് അലോട്ട് ചെയ്യുകയും നമ്മൾ സെമസ്റ്റർ ബ്രേക്സിൽ നമ്മൾ റിസർച്ച് പ്രപ്പോസലിനുള്ള ഐഡിയ ബ്രെയിൻ സ്റ്റോം ചെയ്യുകയും പ്രപ്പോസലിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് പൊതുവെ സ്ട്രക്ചർ. സെക്കൻഡ് സെമസ്റ്ററിൽ കാര്യമായിട്ട് നമ്മൾ റിസർച്ച് പ്രപ്പോസലിൽ വർക്ക് ചെയ്യും. ടുവേർഡ്സ് എൻഡ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ വിൽ ഹാവ് എ റിസർച്ച് പ്രപ്പോസൽ പ്രസന്റേഷൻ. ഒരു എന്താണ് വളരെ മികച്ച റിസർച്ച് പ്രപ്പോസലുകളാണ് 2-3-4 മാസത്തെ ടൈം എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ അതിന്റെ അപ്രൂവൽ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിൽ ബി വർക്കിംഗ് ഓൺ ഡേറ്റ കളക്ഷൻ ത്രൂ ഔട്ട് ദ സെക്കൻഡ് സെമസ്റ്റർ ബ്രേക്ക്. ആൻഡ് ദെൻ തേർഡ് സെമസ്റ്ററിൽ വിൽ ബി വർക്കിംഗ് ഓൺ ട്രാൻസ്ക്രിപ്ഷൻ അനാലിസിസ് ഓഫ് ദ ഡേറ്റ ദാറ്റ് വി ഹവ് കളക്റ്റഡ്. ആൻഡ് തേർഡ് സെമസ്റ്റർ ബ്രേക്കിൽ വിൽ ബി വർക്കിംഗ് മോർ ടുവേർഡ്സ് ദ അനാലിസിസ് ഓഫ് ദ ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും. And mostly in the fourth semester, we'll be working on the final chapter writing and conclusion, analysis in the presentation, conclusion of your dissertation. പറഞ്ഞു വരുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെക്ടിക് ആണല്ലോ, ഭയങ്കര പണിയുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവും പലർക്കും. ശരിയാണ്. പക്ഷെ അക്കാഡമിക് ഗ്രോത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, റിസർച്ച് റൈറ്റിംഗിലും മറ്റും നമുക്കുണ്ടാകാൻ പോകുന്ന ഗ്രോത്തിന് ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വളരെ വാല്യൂബിൾ ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് അവർ മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി ഡിസർട്ടേഷന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ റിസർച്ച് റൈറ്റിംഗും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യും. എസ്പെഷ്യലി ഇഫ് യു പ്ലാൻ ടു കണ്ടിന്യൂ ഇൻ അക്കാഡമിയ, ടീച്ചിങ്ങിലാണെങ്കിലും റിസർച്ചിലാണെങ്കിലും. അല്ലാതെ ഈവൻ ഇഫ് ഇറ്റ് കംസ് ടു ജോബ്സ്, റിസർച്ച് റിലേറ്റഡ് വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി laying foundation for the research skills that you will earn as a master's student. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനുള്ള റീസൺ. സെക്കൻഡ്ലി, ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു വിഷയമാണ് ടെസ്റ്റിൽ ഭയങ്കര ഫീൽഡ് വർക്ക് എക്സ്പോഷർ ആണ്, ഭയങ്കര എക്സ്പോഷർ ആണ്. എന്താണ് എക്സ്പോഷർ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള എക്സ്പോഷർ ആണ്? എസ്പെഷ്യലി ഫീൽഡ് വർക്ക് റിലേറ്റഡ്, പ്രാക്ടീസ് റിലേറ്റഡ് എക്സ്പോഷർ ആണ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ ചെയ്യുന്ന കോഴ്സ് ഇസ് എ പ്രാക്ടീസ് ബേസ്ഡ് കോഴ്സ്. ഇറ്റ്സ് അപ്ലൈഡ് സൈക്കോളജി ഇൻ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സെമസ്റ്റർ മുതൽ നമുക്ക് ഫീൽഡ് വർക്കിന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന, നമ്മളെ പരുവപ്പെടുത്തിയെടുക്കുന്ന രീതിയിലുള്ള ഫീൽഡ് വർക്ക് പ്രിപ്പറേറ്ററി കോഴ്സ് ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്കുണ്ടാവും. അതിനെ തുടർന്ന് കുറച്ച് ഫീൽഡ് വിസിറ്റ്സ്, യഥാർത്ഥത്തിൽ ഫീൽഡിലെ റിയാലിറ്റി, നമ്മൾ തിയറിയും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്, നമുക്കതെങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഫീൽഡ് വർക്ക് പ്രിപ്പറേറ്ററി കോഴ്സുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം ഫീൽഡ് വർക്കിന് പോകുന്ന ഒരു ഇന്റേൺ, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ നിർബന്ധമായിട്ടും പൊസസ് ചെയ്യേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ്, ഒരു സ്റ്റാർട്ടർ പാക്കാണ് ഈ പറഞ്ഞ ഫീൽഡ് വർക്ക് പ്രിപ്പറേറ്ററി കോഴ്സസും വർക്ക്ഷോപ്സും നമുക്ക് ആദ്യത്തെ സെമസ്റ്ററിൽ തരിക. അതിനെ തുടർന്ന്
സെക്കൻഡ് സെമിസ്റ്ററിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്ററിലായിട്ടോ വ്യത്യസ്ത കോഴ്സുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫീൽഡ് വർക്കാണ് ടെസ്റ്റിൽ ഉണ്ടാവുക. സോ എന്റെ എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫീൽഡ് വർക്ക് പ്രിപ്പറേറ്ററി കോഴ്സിനും ശേഷം എന്താണ് കുറച്ച് ഫീൽഡ് വിസിറ്റ്സ് ആയിരുന്നു. കുറച്ച് ഫീൽഡ് വിസിറ്റ്സ് മുംബൈയിലെ പ്രധാനപ്പെട്ട ഏറ്റവും പഴയ മെന്റൽ ഹോസ്പിറ്റലുകളൊന്നായ ഠാണെ മെന്റൽ ഹോസ്പിറ്റൽ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അവിടുത്തെ റിയാലിറ്റി എന്താണ്, പോളിസിയിലുള്ള വെറും ഒരു സൈക്കോളജി എന്നുള്ള ഡിസിപ്ലിൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നുള്ള ഡിസിപ്ലിൻ്റെ അപ്പുറത്തേക്ക് പോളിസി ലെവലിലുള്ള മാറ്റങ്ങൾ, സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ്, മെന്റൽ ഹെൽത്ത് ഫേസ് ചെയ്യുന്ന മാർജിനലൈസേഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് കാരണം ഉണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് ഡിസ്പാരിറ്റി, ഡിഫറൻസസ്, ഗ്യാപ്പ്, ഇതിലേക്കൊക്കെയുള്ള വലിയൊരു ഗ്ലിംസ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫീൽഡ് വിസിറ്റുകൾ. അതിനുശേഷമാണ് നമ്മളെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സെറ്റപ്പ്, ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ, സൈക്കാട്രി സെറ്റപ്പിൽ ഇന്റേൺഷിപ്പും അതിനൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പിലുള്ള ഇന്റേൺഷിപ്പ്, ഒരു ഫീൽഡ് വർക്ക്. അത് അങ്ങനെയായിരുന്നു എന്റെ സെക്കൻഡ് സെമിസ്റ്ററിലെ ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസ്. തുടർന്ന് തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇലക്ടീവിനനുസരിച്ചുള്ളതായിരിക്കും നമ്മുടെ ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാവുക. ആൻഡ് സെയിം ഗോസ് ഇൻ ദ ഫോർത്ത് സെമിസ്റ്റർ. ഇലക്ടീവിനനുസരിച്ചുള്ള ഫീൽഡ് വർക്ക്, ഇലക്ടീവ് എന്താണോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെറ്റിംഗിലായിരിക്കും നമുക്ക് ഫീൽഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ശേഷം ഫോർത്ത് സെമിസ്റ്ററിന്റെ കംപ്ലീഷനോടുകൂടി ഒരു 1 month ലോങ് കമ്പൽസറി നോൺ ക്രെഡിറ്റ് ഇന്റേൺഷിപ്പ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്താലേ അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഏത് സെറ്റിംഗിലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ നമുക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുള്ളൂ. സോ ഇതാണ് സൈക്കോളജിന്റെ ഫീൽഡ് വർക്ക് എക്സ്പോഷറിനെ പറ്റി ഒരു ടച്ച്. ഓക്കെ, ബട്ട് ഇഫ് യു ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ വർക്ക് ഓർ എനി അതർ കോഴ്സസ്, ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. ചില സോഷ്യൽ വർക്ക് കോഴ്സസിന് 1 month ലോങ് ബ്ലോക്ക് ഇന്റേൺഷിപ്പ് ആണ് ഉണ്ടാവുക, ബ്ലോക്ക് ഫീൽഡ് വർക്ക് ആണ് ഉണ്ടാവുക. അത് തന്നെ റൂറൽ പ്രാക്ടിക്കുമായിട്ടും ഏർബൻ പ്രാക്ടിക്കുമായിട്ടും ഡിവൈഡഡ് ആണ്. ചില കോഴ്സുകളിൽ ഏർബൻ പ്ലേസ്മെന്റിൽ വർക്ക് ചെയ്യൽ കമ്പൽസറി ആണ്, അതിനൊപ്പം തന്നെ റൂറൽ പ്രാക്ടിക്കും ചെയ്യുന്നത് കമ്പൽസറി ആണ്. സോ സോഷ്യൽ വർക്കിൽ നമ്മൾ ഒരു ഏരിയനെ പറ്റി പറയുമ്പോൾ, സോഷ്യൽ വർക്ക് പബ്ലിക് ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ജസ്റ്റ് ആസ് എൻ എക്സാമ്പിൾ, സോഷ്യൽ വർക്ക് പബ്ലിക് ഹെൽത്തിലെ ഏർബൻ സെക്ടറിലെ സിനാരിയോ എന്താണുള്ളത് മാത്രമല്ല, റൂറൽ ഇന്ത്യയിലെ റിയാലിറ്റി എന്താണെന്ന് കൂടി ആ ഒരു ഫൈൻ ബാലൻസ് കണ്ടെത്തിയിട്ടുള്ള ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റ്സ് ആണ് ടെസ്റ്റിൽ ഉണ്ടാവുക. ആൻഡ് somebody said that they are interested in HRM. HRM-ന്റെ പ്ലേസ്മെന്റ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി they are in corporate sector, and HRM സ്റ്റുഡൻസിന് very interestingly they get paid really well during their internship process. They get paid in lakhs most of the time. So HRM-ന്റെ urban policy പോലെയുള്ള കോഴ്സുകളുടെ internship experience is quite different from what I've told about, social work and psychology. So if you have any specific question related to any field work of any particular course, you can ask me later. We can talk about this if I know, well about that. ഫീൽഡ് വർക്കിനെ പറ്റി എത്രയും കാര്യങ്ങൾ പറഞ്ഞെടുത്ത് എനിക്ക് കുറച്ചുകൂടി അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്, ടെസ്റ്റില് ആദ്യത്തെ ഒരു സെമിസ്റ്ററിലെ ഫീൽഡ് വർക്ക് പ്രിപ്പറേറ്ററി കോഴ്സിന് ശേഷം നമ്മളിങ്ങനെ ഫീൽഡിലേക്ക് എറിഞ്ഞ് ലിവ് വിത്ത് റിയാലിറ്റി, ഡു വാട്ട് എവർ യു ക്യാൻ ഡു എന്ന് പറയുന്ന സിസ്റ്റം അല്ല. നേരെ മറിച്ച് ഇപ്പൊ എന്റെ കോഴ്സിലാണെങ്കിൽ കൺകറന്റ് ആയിട്ടുള്ള ഫീൽഡ് വർക്കാണ്. അതായത് ആഴ്ചയിൽ 3-4 ദിവസം തുടർച്ചയായിട്ടുള്ള ഫീൽഡ് വർക്ക് ഡേയ്സ് ആയിട്ടുണ്ടാവുക. ദാറ്റ് വിൽ ഗോ ഓൺ ത്രൂ ഔട്ട് ദ സെമസ്റ്റർ. സോ ഇതിനൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും നമുക്കൊരു ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ മീറ്റിങ്ങുകൾ ഉണ്ടാവും. നമ്മൾ ഫീൽഡ് വർക്കിൽ ചെയ്യുന്ന ഇന്റർവെൻഷൻസ് ആണെങ്കിലും ഫീൽഡ് വർക്കിൽ ചെയ്യുന്ന എന്ത് വർക്ക് ആണെങ്കിലും വിൽ ബ്രിങ് ദാറ്റ് ബാക്ക് ടു ദ സൂപ്പർവിഷൻ സ്പേസ് ഇൻ ദ ക്യാമ്പസ്. നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിൽ പെട്ട എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസ്ഡ് ആയിട്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. So you'll bring the experiences from your field to the supervisor. You'll brainstorm the ideas. You'll talk to your peers about it. How was their experience in the field? How did they overcome a challenge in their setting? And how can you learn from that? മറ്റുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ ഒപ്പമുള്ള മറ്റു സൂപ്പർവൈസേഴ്സിന്റെ you can take your this do you have from there, and expert ആയിട്ടുള്ള നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ സജഷൻസിൽ what can you do more in your setting? How can you, if an intervention is not working for you,
how can you modify that? How can you modify that according to the setting that you are in? അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടീസിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒരു സോഷ്യൽ വർക്കർ ആയിട്ടാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ കോഴ്സ് കഴിഞ്ഞ് തിയറി കഴിഞ്ഞ് പ്രാക്ടീസിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ലാംഗ്വേജിന്റെയും കൾച്ചറിന്റെ വാരിയേഷന്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിച്ച തിയറിന്റെ അപ്ലിക്കേഷനിൽ വരുമ്പോൾ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ആണ് ഇപ്പൊ പറഞ്ഞ സൂപ്പർവിഷൻ സ്പേസ് എന്നുള്ളത്. സോ this is one important highlight of studying in this, and this is something I really want to stress about. ഇതേപോലെ സൂപ്പർവിഷനെ പറ്റി പറയുമ്പോൾ അഗെയിൻ ഗോയിങ് ബാക്ക് ടു റിസർച്ചിലും യു ഹാവ് എ സൂപ്പർവൈസർ ത്രൂ ഔട്ട് 2 years of your course, and you'll be getting supervision from them throughout the course of throughout the you know your course, and that will help you write better, do research better, do justice to the community that you're researching on. So ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഹൈലൈറ്റ്, എസ്പെഷ്യലി ഇൻ contrast with other universities in India. And again, TIS എന്നുള്ള വലിയൊരു ബ്രാൻഡ് നെയിം and it plays a huge role when it comes to your placements, right? അപ്പോ ടിസിലെ എല്ലാ സ്കൂൾസ് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കൂൾ എന്ന് പറയാം. സോ സ്കൂൾസിലും ഓരോ സെൻട്രൽ പ്ലേസ്മെന്റ് കമ്മിറ്റി ഉണ്ടാവും. ഓരോ സ്കൂളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആൻഡ് കൗൺസിലിംഗ് കമ്മിറ്റി ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി ഹെഡഡ് ബൈ ദ സ്റ്റുഡൻസ് ഇറ്റ്സെൽഫ്. നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മളെ ലെഡായി സ്റ്റുഡൻസ് ലീഡ് ദ പ്ലേസ്മെന്റ് ഡ്രൈവ് ആൻഡ് പ്ലേസ്മെന്റ് പ്രോസസ് നടക്കുന്നത് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനിലൂടെ തന്നെയാണ്. And of course, since it's TIS and it's known for its, brand name and all of that reputation, ഒരുപാട് നല്ല കമ്പനീസ് ടെസ്റ്റിലേക്ക് പ്ലേസ്മെന്റിന് വേണ്ടി വരാറുണ്ട്. റീസെന്റ് ഇയേഴ്സിലെ പ്ലേസ്മെന്റ് ട്രെൻഡ്സ് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വളരെ മികച്ച പ്ലേസ്മെന്റ്, ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ്സും അതുപോലെ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സും കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ജോബ് ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഇതാണ്. ബാക്കി യൂണിവേഴ്സിറ്റികളിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ തോന്നുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ ക്യാമ്പസ് ലൈഫ്, അക്കാഡമിക്സിന് അപ്പുറത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും എസ്പെഷ്യലി നമ്മൾ പുറത്ത് പോയി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഹാവ് എ ലൈഫ് അപ്പാർട്ട് ഫ്രം ദ അക്കാഡമിക്സ്, സോഷ്യൽ ലൈഫ്. സോ ടെസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ടെസ്റ്റിന്റെ കോഴ്സ് സ്ട്രക്ചർ, ടെസ്റ്റിന്റെ മൊത്തത്തിൽ അക്കാഡമിക് ഷെഡ്യൂൾ ഭയങ്കര ഹെക്ടിക് ആണ്. ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് ദാറ്റ്. കുറച്ച് ഹെക്ടിക് ആണ്, കുറച്ച് ഡിമാൻഡിങ് ആണ് കോഴ്സ് സ്ട്രക്ചർ, അക്കാഡമിക് എന്താണ് ഷെഡ്യൂൾ എന്നുള്ളത്. കാരണം ഷോർട്ടർ ആണ് മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടർ ആയിട്ടുള്ള സെമസ്റ്റേഴ്സ് ആണ് ടെസ്റ്റിൽ ഉണ്ടാവുക. മോസ്റ്റ്ലി 15 weeks of teaching, 3.5 months of teaching, and then you'll have your exams, and you'll be working on your research before you go home for your break. So ക്ലാസ്സസിനും ലെക്ചേഴ്സിനും അതുപോലെ എക്സാംസിനും അതുപോലെ റിസർച്ചിനും ടൈം അലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെമസ്റ്റർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ് ഗെറ്റ്സ് എ ബിറ്റ് ഹെക്ടിക് for most of the students, most of the batches. And another important thing I think I need to highlight is that വളരെ എന്താണ് ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാം ബേസ്ഡ് സിസ്റ്റം അല്ല ടെസ്റ്റിലേത് എന്നുള്ളതാണ്. കാരണം പല കോഴ്സുകളുടെയും ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ ചെയ്യുന്ന പോലെ ഇന്റേണൽ ഇവാലുവേഷൻ പൊതുവെ 25% മേലേക്ക് പോകാറില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ടെസ്റ്റ്, 2 ക്രെഡിറ്റ് ഉള്ള പേപ്പർ ആണെങ്കിൽ, 4 ക്രെഡിറ്റ് ഉള്ള പേപ്പർ ആണെങ്കിൽ, you have 2 credits, 2 different types of assessments. It may be a presentation, it may be a essay, assignment, it may be a group project, and maybe there's an exam. Not all the papers, not all the courses have an exam compulsorily. അത് ഒരു ഹൈലൈറ്റ് ആണ്. കാരണം ലേണിംഗ് അസസ് ചെയ്യാനും എക്സാമിന് അപ്പുറത്തേക്ക് മറ്റു പല വഴികളുണ്ടെന്നുള്ള ആ ഒരു ഫിലോസഫി പല കോഴ്സുകളിലും പല സ്കൂളുകളിലും കാണാം. ആൻഡ് എക്സാംസ് ഉള്ള കോഴ്സുകളാണെങ്കിൽ പോലും പൊതുവെ 40%, 50%, 60% ഒക്കെ വെയിറ്റേജ് എക്സാംസിൽ വരാറ്, നോട്ട് മോർ ദൻ ദാറ്റ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദ അക്കാഡമിക് ലൈഫ്. ഐ കം ബാക്ക് ടു ദ സോഷ്യൽ ലൈഫ് ഇൻ ദിസ്.
സ്വാഭാവികമായിട്ടും ഇത്രയും അധികം ഡിസിപ്ലിനുള്ള സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ, അതായത് ഒരുപാട് ഭാഗങ്ങളിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ അതുപോലെ മറ്റ് international masters programs when it is like you have a diverse community in your campus with whom you can interact with and learn a lot from their culture, their language, um, and more from them. And this also enables a chance to engage in paper conversations and with peers from different courses. Kind of CBCS choice-based credit system options മറ്റ് കോഴ്സുകളിലേക്ക് ചൂസ് ചെയ്യാൻ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ സ്റ്റുഡി ഡീപ്പർ എൻഗേജ്മെന്റ് മറ്റു വ്യത്യസ്ത ഡിസിപ്ലിനുള്ള കുട്ടികളായിട്ടുള്ള എൻഗേജ്മെന്റ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റമാണ്. അതേസമയം സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിലുള്ള വ്യത്യസ്ത ഇനീഷ്യേറ്റീവ്സ്, വ്യത്യസ്ത ഫെസ്റ്റിവൽ പ്രോഗ്രാംസ്, ഇതിലൊക്കെയുള്ള പാർട്ടിസിപ്പേഷൻ, ഒപ്പം മറ്റ് ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, വ്യത്യസ്ത ക്ലബുകളുടെയും സൊസൈറ്റികളുടെയും കീഴിലുള്ള ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയും നമ്മൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ആസ് എ മാസ്റ്റർ സ്റ്റുഡൻസ് and as a professional who's going to be out of the university very soon, you also need to have certain skill set in relation to networking and leadership. So അതിനുള്ള അവസരങ്ങളും തരുന്നുണ്ട്. And yeah, that's mostly it. And this Mumbai campus, this Mumbai campus is a very infrastructure wise nalla infrastructure campus, and it's in Mumbai city, sorry, Mumbai suburban land, Mumbai land. So Mumbai ആയതുകൊണ്ടുള്ള ഒരുപാട് മെച്ചങ്ങൾ സ്വാഭാവികമായിട്ടും, കാരണം മുംബൈയിൽ ആയതുകൊണ്ടാണ് പല ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റ്സ് വളരെ മികച്ച ഓർഗനൈസേഷൻസും വളരെ മികച്ച കമ്മ്യൂണിറ്റി സെറ്റപ്സും ഹോസ്പിറ്റൽസും നമുക്ക് കിട്ടുന്നത്. So that's one thing. And city life in Mumbai is something that needs to be explored, especially nightlife in Mumbai. And as they say, Mumbai is a city of dreams, and you might end up landing in one of your dreams in the city of opportunities. So that's briefly about the life at this. ഇനി പ്രധാനമായിട്ട് കവർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു വിഷയമാണ് ഫണ്ടിങ്. കാരണം ടെസ്റ്റിന്റെ കോഴ്സ് സ്ട്രക്ചർ ഓൾറെഡി നോക്കിയ ആൾക്കാരാണ്, ടെസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ one dilemma that you might have is the fee structure in this. കാരണം ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ല, യൂണിവേഴ്സിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഫീ സ്ട്രക്ചർ കുറച്ച് ഹയർ ആണ് ടെസ്റ്റിൽ ആസ് കമ്പയർഡ് ടു ദി അതർ യൂണിവേഴ്സിറ്റീസ്. And to also have a lot of policies and systems in place for students who are coming from marginalized sections to help them enable learning for them. So it is like പ്രധാനമായിട്ട് പറയേണ്ടത് ഒരു പോളിസിയാണ് സ്റ്റുഡന്റ് എയ്ഡ് മെക്കാനിസം. ഒബിസി, SC, ST അതുപോലെ മറ്റ് മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിലുള്ള സ്റ്റുഡൻസിന് CSR ഫണ്ടിലൂടെയും മറ്റും പ്രിപ്പയർ ചെയ്യുന്ന ഫണ്ട് ടെസ്റ്റിൻ്റെതായിട്ടുള്ള സ്റ്റുഡന്റ് എയ്ഡ് കമ്മിറ്റി ഉണ്ട്. അതിലൂടെ സ്റ്റുഡന്റ് നീഡിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂവിന്റെ ബേസിൽ അവർ നീഡിന്റെയും മെറിറ്റിന്റെയും ബേസിൽ, മോസ്റ്റ്ലി നീഡ് ബേസിൽ scholarships കൊടുക്കാറുണ്ട്. That ranges from 25-50% to 100% of scholarships. And apart from that, you have Government of India Postgraduate Scholarship, Government of Kerala scholarships ഉണ്ട്. അതുപോലെ മറ്റ് പ്രൈവറ്റ് സ്കോളർഷിപ്സും, അതായത് ക്യാമ്പസിന് പുറത്തുള്ള മറ്റ് പ്രൈവറ്റ് സ്കോളർഷിപ്സും, അതേപോലെ ക്യാമ്പസിന് ഉള്ളിലുള്ള ചില പ്രൈവറ്റ് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. So this is briefly about funding opportunities at this, and that's mostly what I had to share with you guys. Then I think I'll just end here. There are questions in the news, and you can ask me about it. If I was a bit too fast, I'm really sorry. Specific questions like ഇതൊരു കവർ ചെയ്ത വിഷയങ്ങളാണ്. അല്ലാതെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ you can please let me know. Right? റാഫി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
it's time for questions. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് ചോദിച്ചോളൂ. ഫസാരിയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്താണ്? പിന്നെ ടിഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എത്രത്തോളം റിലയബിൾ ആണ്? അതുപോലെ തന്നെ അതാണ് ചോദിക്കാനുള്ളത്. എന്താണ് ഈ ഡെവലപ്മെന്റൽ സ്റ്റഡീസ്? ടിഷ്യൽ ഒരു കോഴ്സ് ഇല്ലേ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്? അതെ എത്രത്തോളം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഉദ്ദേശിച്ചത്? അല്ല, എന്താണ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ്? ബേസിക്കലി എന്താണ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Very honestly, ഒരു കമന്റ് ചെയ്യാനുള്ള എക്സ്പേർട്ട് അല്ല. That's the first thing. ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ എന്താണ് കോഴ്സ് സ്ട്രക്ചറും അതുപോലെ ഏരിയ ഓഫ് ഫോക്കസ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഐ വിൽ ജസ്റ്റ് ഷെയർ ദ link here. You can read that by yourself. I'm not an expert to comment on that, but I think they have good placement options, and the field opportunity is also quite good. Private studies, but I'm not an expert to comment on how the course is and what exactly it is. And description, courses, curriculum കാര്യങ്ങൾ ഷെയർ ചെയ്യും. And also, if you get in touch with me, I might be able to connect you with someone from the course. ഫസാരെ, പിന്നെ കംപ്ലീറ്റ് എല്ലാ കോഴ്സുകളും CUT വഴിയായോ? അല്ല കാറ്റ് വഴിയോ അല്ലെങ്കിൽ ടിസ് വഴിയുണ്ടോ? ടിസ്നെറ്റ് വഴിയുണ്ടോ? നിലവിൽ ഈ കഴിഞ്ഞ മാസമാണ് പുതിയ അപ്ഡേറ്റ് വന്നത്. അപ്ഡേറ്റിൽ ഒരു തിരുത്തും വന്നിട്ടുണ്ട്. സോ ഈ വർഷത്തെ എല്ലാ കോഴ്സുകളും അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലെ എല്ലാ കോഴ്സുകളും CUT-PG വഴിയായിരുന്നു. ആദ്യം കാറ്റ് പറഞ്ഞിരുന്ന കോഴ്സുകളും പിന്നീട് CUT-PGയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ CUT-PG ആണ്. ആൻഡ് അഗെയിൻ അതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി അവൈലബിൾ അല്ല ഫോർ us. That it is CUT-PG patient. We are hoping that there will be, as usual, extemporary and interview down with Pradesh, but that's also not confirmed yet. As far as I know, it's not confirmed. So that's it. വേറെ ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ just to give an overview about interviews, in case of interviews are happening, most probably that will be the case, I guess. And interviews പൊതുവെ ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ടെസ്റ്റിൽ പറയുമ്പോൾ ഭയങ്കര ഹൈപ്പ്, അതായത് ടെസ്റ്റ് വലിയ പണിയാണ്, ഭയങ്കര മഴയാണ്, ഒരു ഇമേജ് ഉണ്ടാക്കി. That's not true. That's not true. If that's the idea that you have in your mind, please get rid of that. That's not the case. I know you need to score a specific a certain percentage in your bachelor's, and you need to be interested in the course that you are applying for, and you need to make your case, present your case very well. So ആദ്യത്തെ റൗണ്ട് ഓഫ് സെലക്ഷൻ കഴിഞ്ഞിട്ട് പൊതുവെ ഒരു ഡീറ്റെയിൽ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാണ്ടാവാറുണ്ട്. So I'm hoping that they continue the same this way. I'm just explaining that briefly, if in case that happens. Okay. This is mostly the case. അതിൽ നിങ്ങളൊരു ബയോഗ്രഫിക്കൽ സ്കെച്ച്, അതുപോലെ why are you interested in this course and why are you interested in learning in test ഉള്ളതാണ് ഒരു 3 essays എഴുതുകയോ. സോ ഇതിന്റെ ബേസിലാണ് ഇന്റർവ്യൂവിൽ മോസ്റ്റ് പ്രോബ്ലി ദ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനൊപ്പം നിങ്ങളെ അക്കാഡമിക് എക്സ്പെർട്ടീസ്, നോളജ് എത്രത്തോളം നിങ്ങൾ അസസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടുണ്ടാവും. സോ വലിയ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമൊന്നുമില്ല. സോ ഫാർ നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഇന്റേൺഷിപ്സ് അതിന് പുറമെയുള്ള വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും
compulsory അല്ല ടെസ്റ്റിന് കയറി പറ്റാൻ. So ടെസ്റ്റ് ക്രാക്ക് ചെയ്യാന്നുള്ളത് is not a huge thing. It's not impossible. With proper guidance, proper ഇതാണ് കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റോടുകൂടി ഉള്ള preparation can lead you there. Okay, so that's something that I need to know. And secondly, ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ. So maybe if you are already aware of the area that you are interested within the realm of political science, if you're interested in policy making, you can look up the website just in there, and you can go to the list of courses which are related to the course of interest of yours. Political science interest ആൾക്കാരാണെങ്കിൽ മുംബൈ ക്യാമ്പസിൽ regulatory policy and governance, urban policy and governance, or policy and governance പോലെയുള്ള കോഴ്സുകൾ മറ്റു ക്യാമ്പസുകളിൽ പബ്ലിക് പോളിസി കോഴ്സുകൾ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ ഇന്ത്യൻ ആസ്മി അബൌട്ട് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ഓവർലാപ്പ് വരുന്ന മറ്റു കോഴ്സസ് ലൈക്ക് urban policy and governance അല്ലെങ്കിൽ മറ്റു പോളിസി കോഴ്സസ് പോലെയുള്ള കോഴ്സുകൾ you can explore that. Okay, so maybe this is also something that you're interested in. കാരണം നിങ്ങൾ ഈ പറഞ്ഞ കോഴ്സുകളുടെ കരിക്കുലം കോഴ്സ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് this something I'd like to do എന്നുള്ള ഒരു തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുക. കാരണം after getting to test, it was only after getting to test that I got to read about the description of some of the courses, and നേരത്തെ അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ maybe I would have applied for that എന്നുള്ള ഒരു thought എനിക്ക് ഉണ്ടായിരുന്നു with regards to some particular some courses. So I just consider I strongly suggest you to go through the website, go through different schools, go through different courses. Courses are made for to do your resource, to go through description, course, curriculum. So if that's striking something in you, maybe that's something you can do, you can go for. So that's a suggestion from my side. I would strongly suggest doing that. Any questions from English, please? Thank you. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Anybody have any questions? Okay then. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മോട് പറഞ്ഞു തന്ന ഫസേരിയ സാറിന് എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും പോളിഗ്രേഡ് ഫാമിലിയുടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അടുത്ത സെഷൻ നാളെ ഇനോഗ്രേഷൻ ആണ് CUT-PG കോച്ചിങ്ങിന്റെ. അതിലെല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു. ടേക്ക് കെയർ.